BJP അംഗത്വം എടുത്തത് സഭാധ്യക്ഷന്മാരുടെ അനുവാദം വാങ്ങിയ ശേഷമെന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജ് 24 ജനകീയ കോടതി പരിപാടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. അനുവാദം നൽകിയ സഭാധ്യക്ഷന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഷോൺ ജോർജ് പറയുന്നു. ഏതൊക്കെ സഭാപിതാക്കന്മാരുടെ അനുവാദത്തോടെയാണ് BJP-യിലേക്ക് പോയത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാക്കന്മാർ നേരിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല. കൃത്യമായിട്ടറിയാം, അവർക്ക് താല്പര്യമുണ്ടാവും. ഞാൻ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തിയാണ്. പാലാ രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സീറോ മലബാർ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. ആഗോള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് അനുവാദം മേടിക്കേണ്ടവർക്കെല്ലാം ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ പറയട്ടെ ഞാനത് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതും എൻ്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്നതും തുല്യം ഞാൻ ചെയ്യില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഹർജി ഫയൽ ചെയ്ത കാര്യം തൻ്റെ സുഹൃത്തായ ബിനീഷ് കോടിയേരിയോട് നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഷോൺ ജോർജ് വെളിപ്പെടുത്തുന്നു. PC ജോർജ് വഴി ഹർജി നൽകിയാൽ പോരെ എന്നായിരുന്നു ബിനീഷിൻ്റെ ചോദ്യമെന്നും ഷോൺ ജോർജ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞാളിയ ഇങ്ങനൊരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നിന്റെ കാര്യം ഞാൻ എന്നാ പറയാനാ? എന്നോട് ഇല്ല, എതിർത്തിയല്ല, നീ ഫയൽ ചെയ്യണമായിരുന്നോ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം പിണറായിക്കെതിരെയൊക്കെ വരുമ്പോൾ അങ്കിളിനെ കൊണ്ടും ഞാൻ ഫയൽ ചെയ്തപ്പോരായിരുന്നു. അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഫയൽ ചെയ്യുന്നവനറിയാം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവെട്ടിയ പ്രൊഫസർ TJ ജോസഫ് ഇസ്ലാമിനെ വിമർശിച്ച് തെറ്റാണെന്നും ഇതര മതസ്ഥർ മതവിമർശനം നടത്തുമ്പോൾ വിശ്വാസം മുറിപ്പെട്ടു പോകുമെന്നും ഷോൺ ജോർജ് തുറന്നു പറയുന്നു. ജോസഫ് മാസ്റ്റർ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അന്യമതസ്കൻ എന്ന നിലയിൽ ഞാനാണെങ്കിലും ഖുറാനെ കുറിച്ചോ ഭഗവത്ഗീതയെക്കുറിച്ചോ ഞാൻ അഭിപ്രായം പറയരുത്. ഖുറാനെ സംബന്ധിച്ചോ ഭഗവത്ഗീതയെ സംബന്ധിച്ചോ ബൈബിളിനെ സംബന്ധിച്ചോ ഒരു അന്യമതസ്കരായ ആളുകൾ അഭിപ്രായം, ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചില്ല. അഭിപ്രായം പറയാൻ പാടില്ല. കൊച്ചിയിൽ നിന്ന് വിനീത വിജി നമുക്കൊപ്പം ചേർന്ന്. ഇന്ന് രാത്രി 8 മണിക്ക് 24-ലെ ജനകീയ കോടതി സംപ്രേഷണം ചെയ്യും. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അവതാരകൻ. വിനീത ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ഞായറാഴ്ചയൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നല്ലോ? പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും സുഖമായിരിക്കുന്നു എസ്കെൻ. നമുക്ക് ആ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ PC ജോർജിൻ്റെയും ഒപ്പം തന്നെ ഷോൺ ജോർജിൻ്റെയും BJP-യിലുള്ള പ്രവേശനത്തിന് ശേഷമാണ് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചെയ്യുന്ന ജനകീയ കോടതിയിൽ എത്തിയാണ് ഷോൺ ജോർജ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ BJP-യുടെ പ്രവേശനം അത് അനുവാദം വാങ്ങേണ്ട പിതാക്കന്മാരിൽ നിന്നെല്ലാം തനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തന്നെയാണ് അങ്ങനെ ഒരു BJP-യിലേക്ക് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനുവാദം തന്ന പിതാക്കന്മാരുടെ പേരെടുത്ത് പറയുന്നില്ല താൻ, കാരണം അങ്ങനെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല എന്നത് കൊണ്ട് തന്നെയാണ് അക്കാര്യം താൻ വ്യക്തമാക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പിന്നീടുണ്ടായ ഒരു കാര്യം, നിലവിൽ ഈ വിവാദങ്ങളിലൊക്കെയായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായിട്ടുള്ള ഹർജി, ഈ ഹർജി താൻ ഫയൽ ചെയ്തതിന് ശേഷം ബിനീഷ് കോടിയേരിയോട് ഈ കാര്യം താൻ പറഞ്ഞിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഹർജി ഫയൽ ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് ഈ കാര്യം ബിനീഷിനോട് പറഞ്ഞതെന്നും ഷോൺ പറയുന്നുണ്ട്. എന്നാൽ അച്ഛനെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിച്ചാൽ പോരെയായിരുന്നോ എന്ന്, അതായത് ഷോൺ ജോർജ് പറഞ്ഞതാണ്, PC ജോർജിനെ കൊണ്ട് ഇത് ഫയൽ ചെയ്യിപ്പിച്ചാൽ പോരെയായിരുന്നോ എന്നാണ് ബിനീഷ് തന്നോട് ചോദിച്ചതെന്നും പറയുന്നു. ബിനീഷും താനും ചെറുപ്പം മുതലേയുള്ള സുഹൃത്തുക്കളാണ്. ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് ഈ ഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബിനീഷുമായി പങ്കുവച്ചതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രതികരണം ഷോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലാണ്. അതിൽ ഈ ജോസഫ് മാഷ് ഇസ്ലാമിനെ വിമർശിച്ചത് ശരിയല്ല, അത് തെറ്റായിട്ടുള്ളൊരു നടപടിയാണെന്നും ആണ് ഷോൺ ജോർജ് പറയുന്നത്. ക്രൈസ്തവർ മാത്രമേ ബൈബിളിനെ കുറിച്ച് വിമർശനാത്മകമായി സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഇതര മതസ്ഥർ മതവിമർശനം നടത്തുമ്പോൾ അത് വിശ്വാസം മുറിപ്പെടാൻ സാധ്യതയുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾ നന്നല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. SK. താങ്ക് യു വിനീത വിജി. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇന്ന് രാത്രി 8 മണിക്ക് ഷോൺ ജോർജ് പങ്കെടുത്ത ജനകീയ കോടതി 24 സംപ്രേഷണം ചെയ്യും.